സഭ എന്ന് ചോദിച്ചാൽ വളരെ കുഞ്ഞുനാളിൽ പഠിച്ച ഒരു കാര്യം നമുക്കറിയാം. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. നമ്മളെല്ലാവരും അതിൽ ഈ മാർപ്പാപ്പ തുടങ്ങി ഈ അവസാനം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന എല്ലാവരും ഈ അൽമായരിലാണ്. എല്ലാവരും അൽമായരാണ്. പിന്നെ ഈ അൽമായരിൽ നിന്നും ചില ശുശ്രൂഷകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ സഭ ദൈവജനമാണ്. അതാണല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം ദൈവജനമാണ്. വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് യേശുവിനുള്ള വിശ്വാസത്തിൽ വളരുകയും ആ യേശുവിന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സഭ ആണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും തുല്യരാണ്, അൽമായരാണ്. അടിസ്ഥാനപരമായി അൽമായരാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ 10ാം പിയൂസ് പാപ്പയുടെ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. സാധാരണയായിട്ട് ഈ പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രായമാകുന്ന ഒരു അവസ്ഥയിലാണ്. ഏതാണ്ട് 70 അതിന് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറില്ല. അവരുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അതിനോടകം മരണമടഞ്ഞിരിക്കും. പക്ഷേ 10ാം പിയൂസ് പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ അമ്മയുണ്ടായിരുന്നു. ഇവിടെ ഈ 10ാം പിയൂസ് പാപ്പ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഈ പാപ്പയുടെ മോതിരം അണിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാത്തിനും സാക്ഷിയായിട്ട് അമ്മ അല്പകലായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നേരെ പാപ്പ പോകുന്നത് അമ്മയുടെ അടുത്താണ്. അപ്പൊ എല്ലാവരും അറിയാമല്ലോ, പാപ്പായി കഴിഞ്ഞ പിന്നെ പുറകെ എല്ലാവരും കൂടെ ഓടും. ഈ നമ്മുടെ ഈ വത്തിക്കാൻ സ്ക്വാഡും മറ്റെല്ലാ കാര്യങ്ങളും അവർ കാരണം എവിടെയാ പോകണമെന്ന് അറിയത്തില്ലേ. പാപ്പ നേരെ പോയത് അമ്മയുടെ അടുത്താണ്. അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അടുത്ത് പോയിട്ട് അമ്മയിലെ ആ മകൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തോട് പറഞ്ഞു, ഇതമ്മ, ഇതാണ് ഈ പാപ്പയുടെ ഈ മോതിരം എന്ന് പറഞ്ഞു. അത് പാപ്പ പറഞ്ഞു, മറ്റേ അമ്മ ചിരിച്ചു പറഞ്ഞു, അതെ കൊള്ളാം, നന്നായിരിക്കുന്നു, എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നീ അമ്മ മകനോട് പറയുന്നതല്ലേ, അതായത് ഈ മോതിരം നീ ധരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു മോതിരം ഉള്ളത് കൊണ്ടാണ് നീ പാപ്പയായത്. അതായത് യഥാർത്ഥത്തിൽ ഈ ആ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് ആത്യന്തികമായിട്ടും എല്ലാ സഭാ ശുശ്രൂഷകരും കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ഒരു വിശ്വാസ സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അൽമായരാണ് എന്ന് ഞാൻ തീർത്തും പറഞ്ഞത്. പിന്നെ വിവിധ ശുശ്രൂഷകളിൽ ഓരോരുത്തരും ഏർപ്പെടുന്നു. ഇനി ഞാൻ പെട്ടെന്ന് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ തിരുവനന്തപുരം അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുവാനായിട്ട് വിവിധ ശുശ്രൂഷകളായിട്ട് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എത്ര ശുശ്രൂഷകളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 7 ശുശ്രൂഷകളുണ്ട്. വെറുതെ ഒന്ന് നെയിം ചെയ്തു പോകുന്ന നല്ലതാണ്. അജപാലന ശുശ്രൂഷ, വിദ്യാഭ്യാസ ശുശ്രൂഷ, സാമൂഹ്യ ശുശ്രൂഷ, യുവജന ശുശ്രൂഷ, കുടുംബ ശുശ്രൂഷ, അതോടെ നിൽക്കട്ടെ, അൽമായ ശുശ്രൂഷ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ മത്സ്യ മേഖല, നമ്മുടെ അവരുടെ ശുശ്രൂഷ, മത്സ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ 7 ശുശ്രൂഷകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. BCC ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷകളെല്ലാം തന്നെ വാസ്തവത്തിൽ അൽമായരെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ്, എല്ലാ വിശ്വാസികളെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ്. വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഓരോരുത്തരും തന്നെ. ഇനി അൽമായ ശുശ്രൂഷ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത്
നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒത്തിരിയേറെ പേര് അവര് വിശ്വാസപരമായിട്ട് സാമൂഹ്യ ജീവിതത്തിൽ ഒത്തിരിയേറെ സംഭാവനകൾ നൽകുന്നവരാണ്. പലപ്പോഴും അവരെ അറിയാതെ പോകാറുണ്ട്. ഒത്തിരിയേറെ ഇപ്പൊ എൻ്റെ മുന്നിൽ തന്നെ ഒത്തിരിയേറെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. എനിക്ക് അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഈ പറയുന്ന എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ പ്രാഗൽഭ്യം മനസ്സിലാക്കി സഭാ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തുകയും നല്ല നേതൃത്വ നിര ഉണ്ടാക്കിയെടുക്കുകയും ഉള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. അപ്പോൾ നമ്മളെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് ഈ സഭയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന വിഭാഗങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. അതായത് നമുക്ക് വ്യത്യസ്ത തുറകളിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഈ എന്താണ് ടീച്ചേഴ്സ് ഫോറം, നമ്മുടെ അഡ്വക്കേറ്റ്സ് ഫോറം, നഴ്സസ് ഫോറം, ഡോക്ടേഴ്സ് ഫോറം എന്ന് തുടങ്ങി ഓരോരോ വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരുണ്ട്.